നമസ്കാരം. അമേരിക്കൻ വീക്ഷണത്തിലേക്ക് സ്വാഗതം. മീനച്ചിൽ താലൂക്കിൽ മാത്രം 400 പെൺകുട്ടികളെ ലവ് ജിഹാദിന് ഇരയാക്കിയെന്ന് PC ജോർജ് ആരോപിക്കുന്നു. അപ്പോൾ ലവ് ജിഹാദ് എന്നൊരു പ്രശ്നമില്ല എന്നാണ് മുസ്ലിങ്ങളും മുസ്ലിം ലീഗും അതുപോലെ തന്നെ കോടതിയും പോലീസും ഒക്കെ പറയുന്നത്. അങ്ങനൊരു കാര്യമില്ല. എന്നാൽ ഇത് ഉണ്ട് എന്നാണ് മുസ്ലിങ്ങളല്ലാത്ത എല്ലാവരും പറയുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ ലവ് ജിഹാദ് മുസ്ലിങ്ങൾ വിവാഹം കഴിച്ചാൽ അത് ലവ് ജിഹാദായി വ്യാഖ്യാനിക്കപ്പെടുന്നു. നേരെ മറിച്ച് ഇപ്പോൾ PC ജോർജിൻ്റെ മകൻ തന്നെ വിവാഹം കഴിച്ചത് ഒരു ഹിന്ദു സ്ത്രീയെയാണ്. അവരെ പിന്നെ ക്രിസ്ത്യാനിയാക്കി മാറ്റി. അപ്പോൾ അവർ ആ പൂർവ്വ മതത്തിലേക്ക് തിരിച്ചു പോകാത്തത് എന്താണ് എന്നാണ് ഇപ്പം പിന്നെ ഈ യൂത്ത് ലീഗിൻ്റെ ഒരു നേതാവ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതുപോലെയല്ലേ ഉള്ളൂ ഇവിടെ പിന്നെ അവരെ മുസ്ലിങ്ങളെ വിവാഹം കഴിക്കുമ്പോൾ ആ മതത്തിൽ ചേരുന്നത് അതുപോലെയല്ലേ ഉള്ളൂ എന്നാണ് അവർ വ്യംഗ്യമായിട്ട് ചോദിക്കുന്നത്. പക്ഷേ ക്രിസ്ത്യാനികളും ഒരു പിന്നെ ക്രൈസ്തവ പുരോഹിതരും അതുപോലെ തന്നെ RSSകാരും ഒക്കെ അതിശക്തമായിട്ട് ഈ ഹിന്ദു പെൺകുട്ടികളും ക്രിസ്ത്യൻ പെൺകുട്ടികളും ഈ മുസ്ലിങ്ങളെ വിവാഹം കഴിക്കുന്നതിനെ ശക്തമായിട്ട് എതിർക്കുന്നു. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ വിവാഹം കഴിച്ചാൽ ഉടനെ അവർ മതം മാറിയിട്ടല്ലാതെ അവർക്ക് വിവാഹം കഴിക്കാനാവില്ല. ഇപ്പോൾ നമ്മുടെ മരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ്, അദ്ദേഹം മുഖ്യമന്ത്രിയുടെ മകളെ വീണ വിജയൻ അവരെ വിവാഹം കഴിച്ചത് പോലും വീണ വിജയൻ മതം മാറാതെയാണ് വിവാഹം കഴിച്ചത്. അപ്പോൾ അത് ഭയങ്കര മോശപ്പെട്ട ഒരു കുറ്റകൃത്യമായിട്ടാണ് ഈ മുസ്ലിം ലീഗ് നേതാവ് KM ഷാജി അവതരിപ്പിച്ചത്. കാരണം അത് അവരുടെ കിതാബിന് എതിരായിട്ടുള്ള കാര്യമാണ്. അങ്ങനെ ഒരാളെ വിവാഹം കഴിച്ച് ജീവിക്കുന്നത് നിയമവിരുദ്ധമായ കാര്യമാണ്, തെറ്റായ ഒരു കാര്യമാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം, മറ്റ് മതക്കാരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചിന്തിക്കുന്നത് ആ രീതിയിലല്ല എന്ന് തോന്നുന്നു. പ്രധാനമായിട്ടും രണ്ടുപേരും അവരവരുടെ മതത്തിലാണ് നിൽക്കുന്നതെങ്കിൽ അതിൽ വലിയ തെറ്റില്ല എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, ഒരാൾ മതം ഈ വിവാഹം കഴിക്കാൻ വേണ്ടി അങ്ങോട്ട് മതം മാറുന്നു. ഇപ്പം AK ഗോപാലൻ്റെയും സുശീല ഗോപാലിൻ്റെയും ഒക്കെ മകള് മുസ്ലിം വേഷമിട്ട് വിവാഹത്തിന് നിൽക്കുന്നത് നമ്മൾ കാണുകയുണ്ടായി. അപ്പോൾ അതൊക്കെ ഈ മറ്റുള്ളവരെ അലോസരപ്പെടുത്തുന്നു. അവർ പെട്ടെന്ന് മതം മാറുന്നു, ആ രീതിയിലേക്ക് മൊത്തം മാറിപ്പോകുന്നു. നേരെ മറിച്ച് അതുപോലെ തന്നെ അവർ തട്ടമിട്ടും അല്ലെങ്കിൽ പർദ്ദ ധരിച്ചുമൊക്കെ മാറുന്ന സ്ഥിതി വരുന്നു. അപ്പോൾ അത് പൊതുസമൂഹത്തിലൊരു അലോസരം ഉണ്ടാക്കുന്നു മറ്റുള്ളവർക്ക്. നേരെ മറിച്ച് ഇപ്പം ക്രിസ്ത്യൻ പെണ്ണിനെ ഒരു ഹിന്ദു കല്യാണം കഴിച്ചാൽ, അല്ലെങ്കിൽ ഒരു ഹിന്ദു പെണ്ണിനെ ഒരു ക്രിസ്ത്യാനി കല്യാണം കഴിച്ചാൽ ഈ പ്രശ്നം ഉണ്ടാകുന്നില്ല, ഈ വിരോധം ഉണ്ടാകുന്നില്ല. എന്തുകൊണ്ടാണ് മുസ്ലിങ്ങൾ വിവാഹം കഴിക്കുമ്പോൾ മാത്രമേ ഈ പ്രശ്നം ഉണ്ടാകുന്നത്? അപ്പോൾ പ്രധാനപ്പെട്ട കാര്യം, മുസ്ലിം സ്ത്രീകൾ മറ്റു മതത്തിൽ നിന്നും വിവാഹം കഴിക്കുന്നത് അനുവദിക്കപ്പെടുന്നില്ല. അത് ചുരുക്കമായിട്ടില്ല എന്ന് പറയുന്നില്ല, പക്ഷേ എങ്കിലും പൊതുവിൽ അവർ ആ സമുദായം നിരുത്സാഹപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അപ്പം മറ്റു സമുദായങ്ങളിൽ നിന്ന്, മറ്റു മതങ്ങളിൽ നിന്ന് പെൺകുട്ടികളെ അങ്ങോട്ട് വിവാഹം കഴിക്കാം. അവർ വിവാഹം കഴിച്ചാലും മതം മാറണം എന്നുള്ള സ്ഥിതി വരുന്നു. അപ്പോൾ അതിനുള്ളൊരു നീരസവും അമർഷവും ഉണ്ട് എന്നുള്ളത് സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. രണ്ടാമത്തെ കാര്യം, ഈ മതം മാറുന്നത് മാത്രമല്ല, ഈ മതം മാറി വിവാഹത്തിൻ്റെ പേരിൽ ഇപ്പം പെൺകുട്ടികൾ ചിലപ്പം അവർ തീവ്രമായ സ്നേഹം കൊണ്ടായിരിക്കും ഒരുപക്ഷെ പുരുഷൻ്റെ മതത്തിലേക്ക് മാറുന്നു. പക്ഷേ ഈ വിമർശകരെ അലോസരപ്പെടുത്തുന്ന മറ്റൊരു കാര്യം, ഈ കുറച്ച് നാൾ കഴിഞ്ഞ് കഴിയുമ്പോൾ 2-3 വർഷം കഴിയുമ്പം ഭർത്താവിന് വേണമെങ്കിൽ പിന്നെയും വേറൊരു ഭാര്യയെ സ്വീകരിക്കാം, 1-2 ഭാര്യമാരെ സ്വീകരിക്കാം, ഈ ഭാര്യയെ വേണമെങ്കിൽ ഉപേക്ഷിക്കാം. അപ്പോൾ അത് ഉൾക്കൊള്ളുന്നതിന് ഈ ക്രൈസ്തവ ഹൈന്ദവ സമൂഹങ്ങളിലുള്ളവർക്ക് അത്ര എളുപ്പം കഴിയുന്നില്ല. അങ്ങനെ ഭാര്യയെ ഉപേക്ഷിക്കുക, അല്ലെങ്കിൽ ഒരു ഭാര്യ ഉണ്ടായിരിക്കും വേറൊരു ഭാര്യയെ കൂടെ സ്വീകരിക്കുക എന്നൊക്കെ പറയുമ്പോൾ അത് ഇഷ്ടപ്പെടാത്തൊരു കാര്യമായി മാറുന്നു. അപ്പോൾ അവരുടെ വിവാഹത്തിന്, അവരുടെ സ്നേഹത്തിന് അത്രയേ ഉള്ളൂ വില, ആ താൽക്കാലിക വിലയുള്ളൂ. അപ്പോൾ മതമാറ്റമായിരുന്നു അവരുടെ ലക്ഷ്യമെന്ന് ആണ് ഈ എതിർക്കുന്നവർ ആരോപിക്കുന്നത്. എന്തായാലും ഇതിൽ എത്ര കണ്ട് ശരിയുണ്ടെന്നും എത്ര കണ്ട് തെറ്റുണ്ടെന്നും പറയാനാവില്ല. അത് ഓരോരുത്തരുടെയും വ്യക്തിപരമായ കാര്യമാണ്. ഏത് മതത്തിൽ വിശ്വസിക്കണമല്ല, ആരെ വിവാഹം കഴിക്കണം, ആരെ വിവാഹം കഴിക്കണ്ട എന്നുള്ളതൊക്കെ. പക്ഷെ അതൊരു ഓർഗനൈസ്ഡ്, ഇപ്പം ബ്രിട്ടനിലെ ഗ്രൂമിങ് ഗ്യാങ് എന്ന് പറഞ്ഞ് അവിടുത്തെ മുൻ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഒക്കെ തന്നെ പറയുന്നത് കേട്ടു. ആ ഗ്രൂമിങ് ഗ്യാങ്, അതായത് പാകിസ്ഥാനികളാണ് അവിടുത്തെ പെണ്ണുങ്ങളെയൊക്കെ ചെറുപ്പം മുതലേ വളച്ചെടുത്ത് അവരുടെ കസ്റ്റഡിയിലാക്കുക. അപ്പോൾ അങ്ങനെ അതായത് ബ്രിട്ടീഷുകാരായ വെളുമ്പരെയും വെളുമ്പികളെയൊക്കെ. അപ്പോൾ അങ്ങനെയുള്ളൊരു ഗ്യാങ് ഉണ്ടെന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞ പോലെ ലവ് ജിഹാദ് എന്ന ആരോപണവും നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഒരു മുസ്ലിം വിരോധം തന്നെയാണെന്നുള്ളതിന് സംശയമില്ല. മുസ്ലിം വിരോധം വരുന്നതിൻ്റെ കാരണം നമ്മൾ ഈ പറഞ്ഞതൊക്കെ തന്നെ. ഈ മതം മാറേണ്ടി വരുന്നവർ വസ്ത്രം
പിന്നെ മാറ്റേണ്ടി വരുന്നു. അതുപോലെ തന്നെ പർദ്ദയിട്ട് നടക്കേണ്ടി വരുന്നു. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. പിന്നെ ഭർത്താവിന് ആവശ്യമുള്ളപ്പോൾ ഇഷ്ടമുള്ളപ്പോൾ ഒഴിവാക്കാം, വേറെ ഭാര്യമാരെ സ്വീകരിക്കാം, ഇങ്ങനെയൊക്കെ വരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് പൊതുവിൽ എതിർപ്പിനുള്ളൊരു കാരണമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പം ലവ് ജിഹാദ് ഉണ്ട്, പക്ഷേ അത് വ്യക്തികളുടെ സ്വാതന്ത്ര്യവും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്.